ഇപ്പൊ നമ്മൾ പോപ്പുലറായി കാണുന്ന സിനിമയൊന്നും മനുഷ്യന്റെ ജീവിതമായിട്ട് യാതൊരു ബന്ധവുമില്ല. ആളുകളെ ഇങ്ങനെ ഒന്നുകിൽ ഇക്കിളിപ്പെടുത്തുക, അല്ലെങ്കിൽ അവരെ പ്രകോപിപ്പിക്കുക, നിങ്ങൾ കീഴിൽ നിന്നിട്ട്, അല്ലെങ്കിൽ അവർക്ക് എന്താ പറയുന്നത്, അറുവലയോ പ്രേതമോ ഇതൊക്കെയാണെന്ന് അറിഞ്ഞുകൂടാ. അവരുടെ തിയറി എന്താണെന്ന് എനിക്ക് അഭിപ്രായത്തിൽ കാണാൻ പോകാറുണ്ട്. അതുകൊണ്ടാണ് കൃത്യമായിട്ട് പറ്റി അഭിപ്രായം പറയുന്നത് ശരിയല്ല. പക്ഷെ ജനങ്ങളിൽ നിന്ന് ഈ കൊമേഴ്ഷ്യൽ സിനിമക്കാരുടെ ഒരു തിയറി ഉണ്ട്, നമ്മൾ അറിഞ്ഞിരിക്കണം. അവർ പറയുന്നത് നിങ്ങളുടെ സിനിമ ജീവിതത്തിൽ നിന്ന് എത്രയും അകന്നിരിക്കുന്നുവോ അത്രയും ആണ് അതിന് വലിയ സാധ്യത. ഇതൊരു തിയറിയാണ്. അപ്പൊ ഇത് നിങ്ങളെ കൊണ്ട് പിന്നെ ജീവിതത്തിൽ കാണാൻ സാധിക്കാത്ത കാര്യങ്ങളൊക്കെ കാണിക്കുക എന്നുള്ളതാണ്. അതിന് ജീവിതത്തിൽ ആവുന്നില്ല. ഇത് നമ്മുടെ ജീവിതത്തിലുള്ള ഒരു ദുരന്തം എന്നുള്ളതാണ്. അങ്ങനെയുള്ള വിദ്യാധാരണങ്ങളെ പൊളിച്ചെഴുതിക്കൊണ്ടല്ലേ സാർ ചരിത്രം സൃഷ്ടിക്കുന്നത്. ഏറ്റവും ജീവിതഗന്ധിയായ ചിത്രങ്ങളല്ലേ ഞങ്ങൾക്ക് സമ്മാനിച്ചത്. അത്രയും നമ്മുടെ എന്റെ തിയറി വേറെയാ, ഇതല്ല. ഞാന് പിന്നെ എന്റെ ഓഡിയൻസിനെ വളരെയധികം ബഹുമാനിക്കുന്നു. ഈ ഓഡിയൻസിലുള്ള ഓരോ വ്യക്തിയെയും ഞാൻ ബഹുമാനത്തോടുകൂടിയാണ് കാണുന്നത്. ഞാൻ ചെയ്യുന്ന ഒരു തെറ്റ് പോലും അവർ കണ്ടെടുക്കും, അവർ കണ്ടുപിടിക്കും. അത് അവരുടെ ചോദ്യങ്ങൾക്ക് എന്തെങ്കിലും ഉത്തരം ഉണ്ടായിരിക്കണം എന്നുള്ളത് എനിക്ക് എൻ്റെ ഒരു ബാധ്യതയാണ്, എൻ്റെ ഉത്തരവാദിത്വമാണ്. അങ്ങനെയാണ് സിനിമ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ സിനിമകൾ എപ്പോഴും കാലത്തിനോട് പ്രതിബദ്ധത കാണിക്കുന്ന സിനിമകളാണ്. ഒരിക്കലും കള്ളം പറയുന്നില്ല എൻ്റെ സിനിമകൾ, ഒരിക്കലും പറയുന്നില്ല. ഇല്ലാത്ത പ്രോമിസുകൾ തരത്തില്ല, ഇല്ലാത്ത അവസ്ഥകളെ പറ്റി പറയത്തില്ല, ചീത്തയായ കാര്യത്തെ പ്രൊമോട്ട് ചെയ്യുന്നില്ല. സോഷ്യലായിട്ട് ഞാനതിനെ കാണുന്നത്, എൻ്റെ സിനിമകളെ കാണുന്നത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യാം. ഏതൊരു എക്സ്പീരിയൻസ് ആണ് അവരോട് ഷെയർ ചെയ്യാൻ, ഈസ് ഇറ്റ് വർത്ത് ഷെയറിങ്? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. മറ്റുള്ള ആളുകൾക്ക് എനിക്ക് വളരെ കാര്യമായിട്ട് തോന്നുന്ന ഒരു കാര്യമായിരിക്കും. അത് മറ്റുള്ളവർക്ക് അതുപോലെ തോന്നണമല്ലോ, വേണ്ടേ? അതിൽ ചലഞ്ചാണ് എൻ്റെ ഇഷ്ടവും അവരുടെ ഇഷ്ടവും കൂടി ചേരണം. അപ്പോഴാണ് അതിന് ഫലവും ഒക്കെ ഉണ്ടാകുന്നത്. അത് വളരെ നിർബന്ധമായിരിക്കും. അതുകൊണ്ട് ഓഡിയൻസിനെ ഏറ്റവും ബഹുമാനിക്കുന്നവരാണ് നമ്മൾ. ഓഡിയൻസിനെ തീരെ ബഹുമാനിക്കാത്തവരാണ് കൊമേഴ്ഷ്യൽ സിനിമാക്കാർ. കാരണം ഓഡിയൻസ് മണ്ടരാണ് എന്ന് തന്നെയാണ് അവരുടെ തിയറി. എത്രമാത്രം അകന്നിരിക്കുന്നുവോ ജീവിതത്തിന്റെ, നമ്മുടെ ജീവിതമായിട്ട് എത്രമാത്രം മാറി നിൽക്കുന്നു അത്രയും വിജയസാധ്യത കൂടുതലാണ് എന്നുള്ളതാണ് തിയറി. അവർ ശരിയുമാണ്, അവർ തെറ്റാണെന്ന് ഞാൻ പറയുന്നത്.